ടോർസലീസ് ലോ, ബെർണോളീസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഈ ടോർസലി പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഈ ടാപ്പ് തുറക്കുമ്പം വെള്ളം വീഴുന്ന ഒരു പരിപാടി, ടാങ്കിനകത്ത് കുറേ വെള്ളമുണ്ട്, അപ്പോൾ അതിൻ്റെ മൂട്ടിലായിരിക്കില്ല ടാപ്പ് കൊണ്ട് വെച്ചേക്കണം, ടാങ്കിൻ്റെ മണ്ടേ കൊണ്ട് ടാപ്പ് വെക്കില്ലല്ലോ. അപ്പം ഈ ടാപ്പ് നമ്മൾ തുറക്കുന്ന സമയത്ത് വെള്ളം വീഴുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഫ്രം എ ഫ്രീലി ഫാളിങ് ബോഡിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഫ്രീ ഫാളിൽ സംഭവിക്കുന്ന സ്പീഡിന് സെയിം ആയിട്ട് വരും എന്നാണ് ടോറിസലി പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പം ഈ ഒരു സാധനം ഞാൻ ഇവിടുന്ന് ഞാനിത് താഴോട്ട് വിടുകയാണെങ്കിൽ ഇത്രയല്ലേ സ്പീഡുള്ളൂ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കൂട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് എത്രയാവും? മുമ്പത്തേക്കാളും ഇത് കൂടുന്നുണ്ട്. ഇവിടുന്നാണെങ്കിൽ ഇത് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഞാൻ ഹൈറ്റ് കൂട്ടുന്നതോറും ഇതിൻ്റെ സ്പീഡ് എന്തോന്ന് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നമുക്ക് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നമ്മുടെ ടാങ്കിലെ വെള്ളം തീർന്നെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ടാപ്പ് തുറക്കുന്ന വെള്ളം വളരെ സ്പീഡ് കുറഞ്ഞ് ചെറുതായിട്ട് വീഴുമ്പോൾ. മനസ്സിലായാ? അതായത് ടാങ്കിനകത്തെ വെള്ളം ഏറ്റവും ഹൈറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല സ്പീഡിൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടണം. അത് ഏറ്റവും ഡൗണിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും? സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസിങ് ബെർണോളീസ് തിയറം. ഓക്കെ, നമുക്ക് കാണാം. ഇതാദ്യം വരയ്ക്കാൻ അറിയണം. നമ്മൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ടാങ്ക്. ഓക്കെ, ക്ലോസ്ഡ് ടാങ്ക്. ഈ ടാങ്കിനകത്ത് നിറച്ചും വെള്ളം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇത്രയും സ്ഥലത്ത് വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെയായിട്ട് ഒരു കുഞ്ഞു പൈപ്പ് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഈ പൈപ്പിൽ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനിത് തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളം ഇങ്ങോട്ട് പോകണം. ഈ വെള്ളം ഇനിഷ്യലി ഉള്ള ഈ ഒരു ഹൈറ്റിനെ നമ്മൾ y2 എന്നെടുക്കുന്നു. ഇത് തൊട്ട് ഇതുവരെ ഉള്ള ഹൈറ്റിനെ നമ്മൾ y1 എന്നെടുക്കുന്നു. ഇതാണ് നമ്മുടെ 0 പോയിന്റ്. ഇവിടുന്നാണ് ഈ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള ഹൈറ്റിൽ നിന്നുള്ള വെള്ളമേ ഇങ്ങോട്ട് പോകത്തുള്ളൂ. ഇതിന് താഴോട്ടുള്ള വെള്ളം അങ്ങോട്ട് പോകത്തില്ല. ഓക്കെ, കാരണം ഇവിടെയാണ് നമ്മൾ ഈ പൈപ്പ് കൊണ്ട് വെച്ചേക്കുന്നത്. ഇനി ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഇതിനെ നമ്മൾ h എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇത് ഫസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടെയല്ലേ വെള്ളം അങ്ങോട്ട് പോകുന്ന ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ A1 നിർത്തുന്നു. ഈ വെള്ളം ഇങ്ങോട്ട് പോകുന്നു, ദാറ്റ് ഈസ് ഇതിന്റെ വെലോസിറ്റി V1. ഈ വെള്ളം ഇവിടുന്ന് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഇവിടുന്ന് പറയുന്നതോടെ ഇതിങ്ങനെ താഴോട്ട് വരില്ലേ, അതെന്തോന്നാണ്? V2 ആണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ, ദാറ്റ് ഈസ് അതെന്തോന്നാണ്? A2. ഇനി നമ്മൾ എപ്പോഴും നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രഷറിനെ കൊണ്ടുവരും. ഒരു കാര്യമില്ലെന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ കാര്യമുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ വെള്ളത്തിന് എവിടെ നിന്നാണ് പ്രഷർ ഉള്ളത്? അറ്റ്മോസ്ഫിയറിൽ നല്ല പ്രഷർ ഉള്ളത്. ദാറ്റ് ഈസ് ഇവിടുത്തെ P1 എന്ന് പറയുന്നത് എന്തോന്നാണ്? PA ആണ്. ഇവിടുത്തെ P2 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ, ഇതൊരു ക്ലോസ്ഡ് ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മൾ പ്രഷറിനെ P2 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് വരാം. അക്കോർഡിംഗ് ടു ബെർണോളീസ് തിയറം അനുസരിച്ച് നമുക്ക് എന്താണ് അറിയാവുന്നത്? ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്തല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് P1 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ ഇൻറ്റു G ഇൻറ്റു H1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ പ്ലസ് റോ G H2. ഓക്കെ, ഈ കാര്യം അറിയാലോ. ഇനി ഇവിടുത്തെ ആൾക്കാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന P1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോന്നാണ്? PA ആണ്. PA പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ ഇൻറ്റു G ഇൻറ്റു H1 ഇവിടെ എന്തോന്നാണ്? Y1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ പ്ലസ് റോ G Y2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. വെലോസിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഇതിൽ കൂടെ എത്ര സ്പീഡ് പോയാൽ നമ്മുടെ ടാങ്കിലെ മുകളിലത്തെ വെള്ളം നമ്മൾ ഒരു 10 സെക്കൻഡ് എടുക്കുമ്പോഴത്തേക്ക് അത് എത്ര കുറഞ്ഞാണ്? വളരെ കുറച്ചല്ലേ കുറഞ്ഞാണ്. അത് വെലോസിറ്റി നിയർലി ഈക്വൽ ടു, അതായത് V2 ഏകദേശം എന്തിനേക്ക് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അത് മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? ഇവിടുത്തെ A2 വെരി വെരി ഗ്രേറ്റർ ദാൻ A1 ആയതുകൊണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ടാങ്കിന്റെ പൈപ്പ് എന്ന് പറയുന്ന ടാങ്കിന്റെ മൊത്തം ഇതിന്റെ അത്രയും കാണുന്നു. എന്നാ പിന്നെ എന്തോന്ന് ടാങ്ക് അത് അല്ലേ? തന്നെ ശരിയാണ്.
ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു പൈപ്പല്ലേ അവിടെ വരത്തുള്ളൂ. അപ്പൊ ആ പൈപ്പിൽ കൂടെ വെള്ളം പോകും. അത് ഈ ടാങ്കിന്റെ മൊത്തം ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും ആ പൈപ്പ്. ഓക്കെ, അപ്പൊ അതായത് A2 വെരി വെരി ഗ്രേറ്റർ ദാൻ A1. അതുകൊണ്ട് തന്നെ V2 നിയർലി ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരും. ഇതെന്തോന്നാണ്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. A1 V1 ഈക്വൽ ടു A2 V2. ഇതനുസരിച്ച് A2 വളരെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് V2 എന്തോന്ന് ചെയ്യണം? വളരെ കുറയണം. ഓക്കെ, ദെൻ ഇനി അടുത്ത കാര്യം, ഇവിടെ നമ്മൾ ഈ കാര്യം നമ്മൾ അതേപോലെ എഴുതുന്നു. PA പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ പ്ലസ് റോ G Y1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ പ്ലസ് റോ G Y2. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് V2 എന്തോന്നാണ്? നിയർലി ഈക്വൽ ടു 0 ആണ്. നമുക്ക് അതിനെ 0 ആയിട്ട് എടുക്കാം. ഇനി 1 ഉള്ള ആൾക്കാരും 2 ഉള്ള ആൾക്കാരും ഇവിടെ തന്നെ എളുപ്പമുണ്ട്. ഇനി നമുക്ക് നമ്മൾ എന്തോന്നാണ് ഇവിടെ ചെയ്യേണ്ടത്? V വെലോസിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വെലോസിറ്റി ഉള്ള ആളെ മാത്രം നമ്മൾ ഇവിടെ അങ്ങ് നിർത്തുക. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ അപ്പുറത്തോട്ട് തട്ടുന്നു. ഈ ആളെ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ള എല്ലാവരെയും അപ്പുറത്തോട്ട് തട്ടുന്നു. ദാറ്റ് ഈസ് P2 മൈനസ് PA പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ. ഈ ഒരു ടേം എന്തോന്നായിട്ട് മാറും? V2 0 ആകുമ്പോൾ ഇത് 0 ആവും. ഇത് 0 ആവുകയാണെങ്കിൽ ഈ 0 സ്ക്വയറും ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് ഇത് മൊത്തത്തിൽ എന്തോന്നായി പോകും? 0 ആയി പോകും. മനസ്സിലാക്കണം. അപ്പൊ P മൈനസ് PA പ്ലസ് ഈ ഒരു ടേമേ പോയി. ഇനി റോ G Y2 മൈനസ് ഇവിടെ കിടക്കുന്ന പ്ലസ് അപ്പുറത്ത് പോയപ്പോൾ എന്തോന്നായി? മൈനസ് ആയി. റോ G Y1. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ P2 മൈനസ് PA എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ നമ്മൾ എഴുതുന്നു. റോ G Y2 മൈനസ് റോ G Y1. ഈ റോയും G നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂല്ലേ? റോ G ഇൻറ്റു Y2 മൈനസ് Y1. ഇനി നിങ്ങൾ ഈ പടത്തിലേക്ക് ചിന്തിക്കണം. Y2വിൽ നിന്ന് Y1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? H കിട്ടും. ദാറ്റ് ഈസ് Y2 മൈനസ് Y1 എന്ന് പറയുന്നത് എന്തോന്നാണ്? H ആണ്. നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റ്, ഈ പൈപ്പ് ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ ഇതിന്റെ മാക്സിമം ഉള്ള ഹൈറ്റ് വരെ അതാണ് H എന്ന് പറയുന്നത്. അപ്പൊ H നമുക്ക് കിട്ടി. അപ്പൊ Y2 മൈനസ് Y1 നമുക്ക് എന്തോന്നായിട്ട് എഴുതാം? H എന്ന് എഴുതാം. അപ്പൊ P2 മൈനസ് PA പ്ലസ് റോ G ഇൻറ്റു H നമുക്ക് എഴുതാം. അതാണ് എന്തോന്നാണ്? ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇല്ല, നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുക. അപ്പൊ VA നമ്മൾ ഒറ്റയ്ക്കാക്കണം. ഒറ്റയ്ക്കാക്കണമെങ്കിൽ ഈ സാധനം മൊത്തത്തിൽ എങ്ങോട്ട് പോകണം? അപ്പുറത്തോട്ട് പോകണം. ഇവിടെ റോ ഇതിനെ മൾട്ടിപ്ലൈ ആണ് ചെയ്തേക്കണം. അപ്പൊ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഈ രണ്ട് ടേമിലും റോ എന്തോന്നായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് മാറും. ഇതിലും റോ ഡിവൈഡ് ചെയ്യണം, ഇതിലും റോ ഡിവൈഡ് ചെയ്യണം. അതേപോലെ 2 ഇവിടെ എന്തോന്നാണ് ചെയ്തേക്കണം? ഡിവൈഡ് ആണ് ചെയ്തേക്കണം. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ എന്തോന്നാവും? മൾട്ടിപ്ലൈ ആവും. ദാറ്റ് ഈസ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു P മൈനസ് PA ഡിവൈഡഡ് ബൈ റോ പ്ലസ് 2 ഇൻറ്റു റോ GH ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. ഈ റോയും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് V1 സ്ക്വയർ. ഞാൻ ഈ സാധനത്തിനെ അപ്പുറത്തോട്ട്, ഈ സാധനത്തിനെ ഇപ്പുറത്തോട്ട് എഴുതേ. ആദ്യം ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം. 2 ഇൻറ്റു P മൈനസ് PA ബൈ റോ പ്ലസ് 2 ഇൻറ്റു GH എന്നും പറഞ്ഞു വന്നു. ഓക്കെ ആണ്. ഇനി ഇവിടുന്ന് എനിക്ക് V1 ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എടുത്ത് എഴുതിയാണേ 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA ഡിവൈഡഡ് ബൈ റോ എന്ന് നമുക്ക് വന്നല്ലോ. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് ഇവിടെ V1 എന്ന് പറയുന്ന എത്ര കിട്ടി? റൂട്ട് ഓഫ് 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് PA ഡിവൈഡഡ് ബൈ റോ എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്തോന്നായിരുന്നല്ലേ ടോറിസലി പറഞ്ഞത്? ടോറിസലി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് എഫ്ലക്സ് സ്പീഡ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് ഈക്വൽ ആണെന്നുള്ള. ഫ്രീ ഫാൾ ബോഡിയുടെ സ്പീഡ് എത്രയാണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് 2GH എന്നുള്ളതാണ്. ആലോചിക്കുക, ഇത് തന്നെയല്ലേ ഏകദേശം നമ്മൾ ഇവിടെ ആയിട്ട് കിട്ടി. അപ്പൊ ഈ ഒരു ടേം കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്തത് ഒരു ക്ലോസ്ഡ് ടാങ്ക് ആയി. ഇനി നമ്മൾ ടാങ്ക് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അതായത് മുകളിലത്തെ അടപ്പം ഊരി എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആ അടപ്പം ഊരുമ്പോൾ എന്തോ സംഭവിച്ചു? ഇവിടുത്തെ പ്രഷർ P2 എന്ന് പറയുന്നത് എന്തോന്നായിട്ട് മാറി? ഇപ്പൊ അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്ട് അല്ലേ? അറ്റ്മോസ്ഫിയറിലെ അകത്തോട്ട് കയറണം. അപ്പൊ ഈ P2 എന്തോന്നായിട്ട് മാറും? PA ആയിട്ട് മാറും. ഓക്കെ, അതായത് ഒരു ഓപ്പൺ ടാങ്കിലാണെങ്കിൽ എന്തോന്നായിട്ട് മാറും? P2 എന്ന് പറയുന്നത് PA ആയിട്ട് മാറും. അപ്പൊ V1 ഈസ് ഈക്വൽ ടു എന്തോന്ന് വരും? റൂട്ട് ഓഫ് 2GH പ്ലസ്
ടു ഇൻറ്റു പി എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും. പി എ മൈനസ് പി എ എന്ന് പറയുന്നത് എന്തോന്നാണ്? പി എ മൈനസ് പി എ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 ഇൻറ്റു 2 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ റോ എന്ന് പറയുന്നത് എന്തോന്നാണ്? 0 ആയിട്ട് മാറും. അതായത് ഈ ഒരു ടേം മൊത്തത്തിൽ എന്തോന്നായിട്ട് മാറും? 0 ആയിട്ട് മാറും. അവിടെ നിന്ന് നമുക്ക് വി ഗെറ്റ് ദാറ്റ് ഈസ് √2gh. പിന്നല്ല. അപ്പൊ സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്തോന്നാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഓപ്പൺ ടാങ്കിൽ സ്പീഡ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി നമുക്ക് കിട്ടി. ഇത്രയുള്ള പരിപാടി. ഇതാണ് ടോർസലീസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ബെർണോളീസ് തിയറം അനുസരിച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, മനസ്സിലായല്ലോ.